ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ സേമിയ പായസം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സേമിയ ഞങ്ങൾ എടുത്തേക്കണം. നിങ്ങൾക്ക് ഏതായാലും എടുത്താൽ മതി. ഫസ്റ്റ് തന്നെ ഇതൊന്ന് ചെറുതാക്കി ഒടിക്കണം കേട്ടോ. ആ പണി അമ്മയാണ് ചെയ്യണത്. ഇത് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങൾ അത്ര എടുക്കാറില്ല മാക്സിമം. സോ അത്ര എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് കാഷ്നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണയിൽ. കാഷ്നട്ടും മുന്തിരിയായിട്ട് ഞങ്ങൾ എടുത്തേക്കണം. ഫസ്റ്റിന് കാഷ്നട്ടാണ് വറുത്തെടുക്കണത്. പിന്നെ മുന്തിരി നമ്മൾ ഇതാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ പാലൊഴിക്കണം കേട്ടോ. പാലൊഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കുന്ന സമയം കൊണ്ട് ഞാൻ ഒരു കാഷ്നട്ട് എടുത്തേക്കുന്നുണ്ട്. കാരണം നെയ്യിലിട്ട് വറുത്ത കാഷ്നട്ടിന് നല്ല ടേസ്റ്റാണ്. ഈ ഏലക്ക ചതക്കണം എന്നെ കൊണ്ട് പറ്റില്ലെന്ന് അമ്മ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഏലക്ക നല്ലപോലെ ചതച്ചോ. സ്പെക്സ് എന്താ വെച്ചേക്കണ? സ്പെക്സ് പാല് കണ്ടിത്തെറിച്ചത്. സോ അത് ഇനി വീണ്ടും തിരിക്കാണ്ടിരിക്കാനാണ് കണ്ടിക്കൊണ്ട് വെച്ചേക്കണ സ്പെക്സ്. സാധാരണ ഹെൽമെറ്റ് ആണല്ലോ വെക്കാറുള്ളത്. അതെ, സ്പെക്സ് വെച്ച് ചതുങ്ങ നല്ലപോലെ ചതക്കൂ. ചതക്കാൻ പറ്റുന്നുണ്ട്. സ്മെൽ വേണുണ്ടോ? അത് ഏലക്ക സ്മെല്ലി. നല്ല സ്മെല്ലല്ലേ. നല്ലപോലെ ചതക്കണം. നല്ലപോലെ ചതച്ചെടുക്കണം കേട്ടോ ഗൈസ്. എന്നെ കൊണ്ട് പറ്റുള്ള ഇവിടെ പാല് തിളക്കണുണ്ട്. എന്നിട്ട് പഞ്ചസാര ഇടണം കേട്ടോ. പാലിലോട്ട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ സേമിയ ഇടണം. മിക്സ് ചെയ്യണം. സേമിയ ഇതിലിട്ടിട്ടുണ്ട്. കാണാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അത് കുറച്ച് സ്പീഡായി പോയി. പിന്നെ ഈ പാലൊന്ന് കുറേ നേരം ഒന്ന് ഇളക്കണം കേട്ടോ. അതിലോട്ട് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ചതച്ച ഇഞ്ചി ഒന്ന് ചേർക്കുന്നുണ്ട്. ഇഞ്ചിയല്ല ഗൈസ്, സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾ ഇട്ടേക്കണത് ഏലക്കയാണ്. തെറ്റിപ്പോയതാണ് കേട്ടോ. സോ അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കാഷ്നട്ടും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇതെല്ലാം ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. കാഷ്നട്ട് എത്ര ചേർക്കണം അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മൾ അപ്പോൾ ഇത്രയും ചേർക്കണുള്ളൂ ഇത്. എന്നിട്ട് 5 minutes ലോ ഫ്ലെയിമിലിട്ടൊന്നും കൂടെ ഇത് ഇതാക്കണം, മിക്സ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് വെച്ചാൽ മതി കേട്ടോ. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇത് ഒന്ന് പാത്രത്തിലിട്ട് കഴിക്കാൻ വേണ്ടി കേട്ടോ. ഈ പപ്പടം വേണം. നല്ല മഴയിട്ട് ഇവിടെ. ഈ പപ്പടം ഇതും എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ചൂട് പായസം, നല്ല പപ്പടം. ഈ സിമ്പിളായിട്ടും ഇതേപോലെ പായസം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കൂടാണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ലപോലെ ഒന്ന് ഈ ചൂട് മഴയത്ത് നല്ല അടിപൊളി ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ വോയിസ് കൊടുക്കണത് അത് കാരണം മര്യാദക്ക് ഇത് പറയാൻ പറ്റില്ല. എനിക്ക് ചെറിയ കഫ കൊണ്ടുണ്ട്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.